ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മോളുടെ നഴ്സറിയിൽ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന നഴ്സറിയിലെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കുട്ടികൾക്ക്. അപ്പം അവളുണ്ടാക്കിയ കുറേ ആക്ടിവിറ്റീസിൻ്റെ ഒരു ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അവൾ എന്തെല്ലാമാണ് അവർ കുഞ്ഞുങ്ങളെ കൊണ്ട് അവരെ നഴ്സറിയിൽ ഓരോരോ ആക്ടിവിറ്റീസ് എങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവർക്ക് എല്ലാ വീക്കും എല്ലാ ദിവസവും ഓരോരോ ആക്ടിവിറ്റീസുകൾ ഉണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ മോള് 3 ഡേയ്സാണ് നഴ്സറിയിൽ പോകുന്നത്. വീക്ക്ലി 3 ഡേയ്സ് മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ ആ ഒരു വീക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പം അവൾ ചെയ്ത ആക്ടിവിറ്റീസിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ആക്ച്വലി ഇതുപോലത്തെ ഒരു ഫയലിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് തരും. അപ്പം ഞാനിപ്പോൾ ഇത് 1 by 1 ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം എന്തൊക്കെയാണ് അവർ ഉണ്ടാക്കുന്നത്, ഏതുപോലത്തെ ആക്ടിവിറ്റീസാണ് അവർ കുട്ടികൾക്ക് കൊടുക്കുന്നതെന്നുള്ളത്. ഇതിപ്പം നമ്മൾ ദുബായിലുള്ള ഒരു ലിവാൻ ക്യൂ പോയിൻറ്റിലുള്ള ഒരു നഴ്സറിയിലാണ് ഇപ്പോൾ എൻ്റെ മോള് പോകുന്നുള്ളത്. അവൾക്കിപ്പോൾ 2 ഇയേഴ്സേ ആയിട്ടുള്ളൂ. നമ്മൾ ഒരു 1.5 ഇയേഴ്സിലാണ് അവളെ നഴ്സറിയിലാക്കിയത്. കാരണം ഇവിടെ ആരും കുഞ്ഞിനെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 2 പേരും ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താണെങ്കിലും ഈ ഒരു ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് അവൾ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. അപ്പോൾ എനിക്ക് ഒരു ചെറിയ പ്ലാൻ ഉണ്ട്. ഇത് എല്ലാം നമ്മുടെ വാളിൽ ഇങ്ങനെ ഒന്ന് ഒരു വാൾ ഡെക്കർ പോലെ ആക്കി വെക്കണമെന്നേ. കാരണം കുറേ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള ഒരു പ്രൊജക്ട്സാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, അപ്പം ഞാൻ ആദ്യത്തെ ഈ ഒരു ഫയൽ തുറന്ന് നോക്കുകയാണേ. അപ്പം ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ആക്ടിവിറ്റീസാണുള്ളത് നമുക്ക് നോക്കാം. ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നല്ല ഭംഗിയുള്ളതും നമുക്ക് വാൾ ഡെക്കോറായിട്ട് ഒരു വാൾ ഡെക്കോർ എന്നല്ല, അവളുണ്ടാക്കിയൊരു ആക്ടിവിറ്റി അല്ല അത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വാളിലൊക്കെ വെക്കാൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യത്തത് ഇതാണ് അവളുടെ കയ്യിലുള്ളത്. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇതാണ് ആദ്യത്തെ ഒരു ഇത് കണ്ടോ. ഇങ്ങനെയൊക്കെയാണ് അവർ ചെയ്യിപ്പിക്കുന്നത്. ഇതൊക്കെ അവർ ഒട്ടിക്കാൻ പറയും. അങ്ങനെയൊക്കെയാണ് ഓരോരോ ആക്ടിവിറ്റീസ് അവർ കൊടുക്കുന്നത്. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ഈ ഒരു ബഗ്ഗാണ് കണ്ടോ. ഇതൊക്കെ ഇപ്പം നമ്മൾക്കിപ്പം ഇപ്പോൾ ഈ കിഡ്സിൻ്റെ റൂമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ വാളിലിങ്ങനെ ഹാങ് ചെയ്ത് വെക്കാൻ, കാരണം കുട്ടികളുടെ റൂമിൽ ഇങ്ങനെ വെക്കാൻ ഇതൊക്കെ നല്ലൊരു നല്ല ഐഡിയാസാണ് ഇതൊക്കെ. പക്ഷേ ഇവിടെ ഇപ്പം നമ്മൾ 1 BHKയിലാണ് താമസിക്കുന്നത്. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു ഇതിൽ കുറച്ച് ഭംഗിയുള്ളതൊക്കെ നമുക്കൊന്ന് വാളിലൊന്ന് ഹാങ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ഈ ഒരു ഉണ്ടല്ലേ, ഇങ്ങനെയാണുള്ളത്. ഇതെന്താണെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഇത് ഒരു കാര്യം മനസ്സിലായി, ഒരു കളറ് ചെയ്യിപ്പിച്ചതാണ് അവളെക്കൊണ്ട്. അവളുടെ പേരും എഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്തത് ഈ ഒരു F ലെറ്ററാണ്. അവർ ഫിഷ് എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അതിൻ്റെ ഒരു കണ്ടോ, ഈ ഫിഷിൻ്റെ പോലെയൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ അവർ ഈ ലെറ്ററിൽ അവളെ കൊണ്ട് സ്റ്റിക്ക് ചെയ്യിപ്പിച്ചതാണ്. പിന്നെ അടുത്തത് വരുന്നത് ഒരു കപ്പ് കേക്ക് പോലത്തെ ഒരു സംഭവമാണ് കണ്ടോ. C ഒക്കെ ഇട്ടിട്ട് ആൽഫബറ്റ്. പിന്നെ വരുന്നത് ഒരു പ്ലേറ്റാണ്, ഒരു സ്റ്റാറാണ്. പക്ഷേ ഇതിൻ്റെ അകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓൾറെഡി കുറേ ഗം അവർ ഈ പ്ലേറ്റിൻ്റെ അകത്ത് ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പം ഇവരെ കൊണ്ട് ഇതുപോലത്തെ കുറേ സാധനങ്ങൾ അവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഓരോ ബൗൾസിലായിട്ട്. അപ്പോൾ പിള്ളേരെ കൊണ്ട് അത് ഒട്ടിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു കളറായിട്ടും നല്ല രീതിക്ക് ഇങ്ങനെ വൈറ്റ് റെഡൊക്കെ ആയിട്ട് അവരിങ്ങനെ മിക്സ് ചെയ്തിട്ട് അവരിങ്ങനെ സ്റ്റിക്ക് ചെയ്യിപ്പിക്കുന്നതാണ്. എന്താണേലും നല്ല ഭംഗിയായിട്ടുണ്ടത്. ഇനി അടുത്തതൊരു ബട്ടർഫ്ലൈ ആണ് വരുന്നത്. ഇത് കുറച്ച് ചുളിഞ്ഞു പോയി. പക്ഷേ ഇത് നമുക്ക് വാളിലൊന്നും അങ്ങനെ ഒട്ടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് വളരെ തിന്നായിട്ടുള്ളൊരു പേപ്പറാണ്. ഇത് കളറിങ് ആണ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് നോക്കാം. ഓക്കെ, അടുത്തത് ഇതേപോലെ ഒരു സ്റ്റാറാണ്, സ്റ്റിക്ക് ചെയ്തേക്കാണ് കണ്ടോ. ഇതൊക്കെ കളറിങ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ഫിഷ് ചെയ്തിട്ടുണ്ട് കണ്ടോ.
ഇതാണ് ഒരു സെറ്റ്. ഇതാണ്. ഇനി അടുത്ത സെറ്റിൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. കണ്ടോ, ഇതാണ് ഒരു പ്രൊജക്റ്റ് ചെയ്തേക്കുന്നത്. പിന്നെ അടുത്തത് ഒരു സ്റ്റാർ ഫിഷ് എങ്ങാണ്ടാണ് തോന്നുന്നു. ഓക്കെ, വീണ്ടും ഫിഷ്. കണ്ടോ, ഇതെന്തോ ഒരു പേപ്പറൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാക്കിപ്പിച്ചതാണെന്ന് തോന്നുന്നു. എന്താണെന്ന് അറിയില്ല, ഇത് കംപ്ലീറ്റ് ആയൊരു പ്രൊജക്റ്റ് ആണോ എന്നറിയില്ല. ഇതിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. കണ്ടോ, ആൽഫബറ്റിൻ്റെ ആണിത്. പിന്നെ വീണ്ടും ഫിഷാണ് ചെയ്തിരിക്കുന്നത്. പല രീതിയിലാണ് കേട്ടോ അവിടെ ചെയ്യിക്കുന്നത്. കണ്ടോ, നമുക്ക് ലാസ്റ്റത്തെ ഒരു ബാച്ചും കൂടി നമുക്ക് നോക്കാം. ഇതിൻ്റെ മുമ്പ് ഇവിടെ പോയതിൻ്റെ കുറേന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. അതിനിപ്പം നമുക്കൊന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഉണ്ടാവുമോ എന്നറിയില്ല, ചോദിച്ചു നോക്കണം. ഇത് ആക്ച്വലി അവരിവിടെ പിന്നെ ചെയ്തിട്ടാണ് കേട്ടോ ഉള്ളത്. ഫുൾ ഹോൾ വീക്കിൻ്റെ ഇതിപ്പോൾ ഒരു എന്താ പറയുക, ഒരു പോപ്കോൺ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെ അവരുണ്ടാക്കിയിട്ട് ഇതുപോലത്തെ സാധനങ്ങൾ അവർ കണ്ടോ, ഇവിടെ ഓൾറെഡി ഗ്ലൂ സ്റ്റിക്ക് ഉണ്ട്. അപ്പം ഇവരെ കൊണ്ട് ഇത് ഓരോന്ന് എടുത്തിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്യിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കൊരു നഴ്സറിക്കൊരു ആപ്പുണ്ട്. അപ്പോൾ ആ ആപ്പിൻ്റെ അകത്ത് അവർ ഇവരുടെ ഫോട്ടോസും ഇവർ ആക്ടിവിറ്റീസ് ചെയ്യണ വീഡിയോസ്, റൈംസ് പാടണത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവർ അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യും നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത്. ഫോട്ടോസും എല്ലാ ദിവസവും അവർ അപ്ലോഡ് ചെയ്യുന്നതാണ് അവരുടെ നഴ്സറീൻ്റെ ആപ്ലിക്കേഷൻ്റെ അകത്ത്. അപ്പോൾ ഇതൊരു വീക്കിലി ആണ്. ഇപ്പം 3 പ്രൊജക്റ്റാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കാം. അടുത്തത് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ബഗ്ഗൊക്കെ അവർ സ്റ്റിക്ക് ചെയ്ത് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നത്. എന്താ സംഭവം എന്നല്ല, ചിലപ്പോൾ തലയിൽ വയ്ക്കുന്ന പോലെ ക്യാപ്പാണോ എന്ന് അറിയത്തില്ല. ഇത് ആക്ച്വലി തലയിലൊക്കെ വെക്കണ ഒരു സാധനം കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. നല്ല ഐഡിയാസാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്. അടുത്തത് വീണ്ടും ഒരു തേനീച്ചയാണെന്ന് തോന്നുന്നു അവരുദ്ദേശിച്ചത്. ബി. അപ്പം ഇതിൻ്റെ ഓരോന്ന് പോയിട്ടുണ്ട് കേട്ടോ. അത് അവൾ തന്നെ, ഞാനിവിടെ എടുത്ത് വെക്കുന്ന സമയത്ത് അവളിത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ തന്നെ പോയി അതിൽ നിന്ന് മാന്തി എടുക്കുന്നതാണ് ഈ സാധനങ്ങൾ. അപ്പം ഇതൊരു തേനീച്ചയാണെന്ന് തോന്നുന്നു. അടുത്തത് ഒരു ലേഡി ബഗ്ഗാണ്. കണ്ടോ, പിന്നെ വീണ്ടും ഒരു ബട്ടർഫ്ലൈ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഓരോരോ ആക്ടിവിറ്റികൾ. ഇതിപ്പം എല്ലാ നഴ്സറികളിലും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ബിക്കോസ് ഇപ്പം മോള് പോകുന്ന നഴ്സറി എന്ന് പറയുന്നത് നല്ല നഴ്സറിയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു നഴ്സറിയാണ്. അപ്പോൾ ഇപ്പം ദുബായിലുള്ള എല്ലാ ഡേ കെയറിലും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ബിക്കോസ് ഇവിടുത്തെ നഴ്സറിയാണ് ഇതിപ്പോൾ കൊടുത്തുവിട്ടിട്ടുള്ളത്. പിന്നെ ഇനിയിപ്പം ഈ നഴ്സറിയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ഉണ്ടാക്കാം. നഴ്സറീൻ്റെ ഡീറ്റെയിൽസ്, എത്രയാണ് അവിടെ നമ്മളിപ്പം പേ ചെയ്യുന്നത്, എങ്ങനെയാണ് അഡ്മിഷൻ എടുത്തത് എന്നുള്ളതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.